ചിരിക്കരുതേ. കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് കുറെ പേര് റിയാക്ട് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. പലരും നമ്മൾ ചോദിച്ച കിച്ചുവിന്റെ കേസ് ഇട്ടാണല്ലോ എടുത്തിട്ടിട്ട് ചേച്ചിയുടെ തമ്മിലേയും വെച്ചിട്ട് പല രീതിയിലും അങ്ങനെയുള്ളവരുടെ ചേച്ചിക്ക് എന്താണ് പറയുക? അങ്ങനെയുള്ളവർക്ക് എതിരെ കേസ് വേണേൽ ചേച്ചിക്ക് കൊടുക്കാൻ പറ്റും. എനിക്ക് കേസ് കൊടുക്കാൻ, പക്ഷെ അയ്യോ എന്നിട്ട് എന്ത് പറ്റി? ഞാൻ കേസ് കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാല് ഇവന്മാര് പറഞ്ഞ് എന്നെ കൊണ്ട് ആഹാരം കഴിക്കുന്നല്ലാതെ പിന്നെ ചുരുട്ടി കിടക്കാണ്. എന്നെ കൊണ്ട് ദോഷമൊന്നും ഇവന്മാർക്ക് വരുന്നില്ല. അപ്പൊ ഇവന്മാര് ആഹാരം കഴിക്കട്ടെ. അതുപോലെ ചേച്ചി കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചിരുന്നു അനുമോളും ചേച്ചിയും തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടോ? എന്താ എന്റെ ഉദ്ദേശം? അപ്പോൾ അതിൻ്റെ അകത്ത് അതിനെ ചൊല്ലിയിട്ട് 2 ദിവസം ഇന്നലെ മിനിയാന്നുണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരാള്, അനുമോളുടെ ഒരു വോയിസ് ക്ലിപ്പ്. ചോദിക്കുന്നത് അനുമോൾ അനുമോളുടെ വളർച്ചയിൽ അസൂയാണ് രേണു എന്നാണ് അതിനകത്ത് പറയുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അനുമോളുടെ വളർച്ചയിൽ ഞാൻ ഇതിനാണ് അസൂയപ്പെടുന്നത്. അനുമോൾ എന്ന് പറയുന്നത് കൊല്ലം സുധിച്ചേണ്ട ഒരു സഹപ്രവർത്തകയാണ് അല്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്താ? അതിനകത്ത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു എൻ്റെ കുടുംബത്തെ നോക്കുന്നത് ഞാനാണ് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ചേച്ചിക്കെതിരെ വീഡിയോ ഇടുന്ന ഒരാൾ പറഞ്ഞു ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കുന്നത് കണ്ടവരുടെ കിടന്നിട്ടോ ഇല്ലെങ്കിൽ ദുബായി പോയി ഫോട്ടോഷൂട്ടും മറ്റേ കാര്യങ്ങളും ചെയ്തിട്ടോ അല്ല എന്ന്. ഞാനാണ് കിടന്നിട്ട് ഇവനാണ് എനിക്ക് മാമപ്പണി ചെയ്യുന്നത്. ഒരു സ്ത്രീയാണ് അത് പറഞ്ഞത്. അവളാണ് മാമപ്പണി ചെയ്യുന്നത്. അപ്പം പുള്ളിക്കാർ പറഞ്ഞത് രേണു ചേച്ചി ഒരു വീഡിയോ ഇട്ടിരുന്നു, ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഞാനാണ് കുടുംബത്തെ നോക്കുന്നത്, നീ അത് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരോട് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാർ പറഞ്ഞു എനിക്കൊരു ഹസ്ബൻഡേ ഉള്ളൂ, അല്ലാതെ 2 3 ഹസ്ബൻഡുമാരില്ല എന്നൊരു സംഭവം പറഞ്ഞു. എനിക്ക് 2 3 ഹസ്ബൻഡുമാരുണ്ട്, അവളെ കൊണ്ട് കേസ് കൊടുക്കട്ടെ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അതുപോലെ പുള്ളിക്കാർ ചേച്ചി അറിയാവുന്ന അവർക്ക് ഒരാഗ്രഹമുണ്ട്. പുള്ളിക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ചേച്ചിയെ ഫാമിലി വെച്ച് ചേച്ചിയുടെ അച്ഛനും ഒക്കെ ചേച്ചിയെ വേറെ രീതിയിലാണ് കാണുന്നത്. അവിടെ അപ്പനായിരിക്കും കാണുന്നത്, പറഞ്ഞോണ്ട് അപ്പനാണ് വേറെ രീതി അവളെ കാണുന്നത്. എന്നെ അതുപോലെ ചേച്ചിക്ക് ഇതിനു മുമ്പ് സുധിച്ചേട്ടനെ കല്യാണം കഴിക്കുമ്പോൾ വേറൊരു ഭർത്താവുണ്ട്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ആ രീതിയിൽ ഒരു പാസ്റ്ററോ? പാസ്റ്റർ അല്ല, അയാള് പാസ്റ്റർ ഒന്നുമല്ല. ഞാൻ പെന്തിക്കോസ് കല്യാണം കഴിച്ചെന്ന് എല്ലാവർക്കും അറിയാം. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? പറയാനോ താല്പര്യമില്ലാത്തോണ്ട് ഞാൻ അയാളുടെ പേരും പറഞ്ഞു. അയാളോട്ട് ഒരു ബന്ധവുമില്ല. അയാളൂടെ നിന്ന സമയത്ത് ഒളിച്ചോടി പോയതാണ്. ആദ്യ രാത്രി ഇവനൊന്ന് ഡൈവേഴ്സ് ചെയ്യാൻ നോക്കി, എന്തോ കണ്ട് പേടിച്ച് അവളെ ഓടിപ്പോയി. അവളാണ് ആ പരിപാടി ചെയ്തത്. ഞാൻ അങ്ങനെ ഒളിച്ചോടി പോകേണ്ട എനിക്ക് കാര്യമില്ലായിരുന്നു. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. അതുപോലെ അവര് ഇതിന്റെ അത് പറയുന്നുണ്ട്, ദുബായി പോയി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതിന് അവരെ തെളിവുണ്ട്. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. നിന്റെ കിണത്തിലിട്ടൊന്നും തന്നാലുണ്ടല്ലോ നീ ഇവിടെ മുഴുവൻ തൂറി വീഴും. പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തെളിവുണ്ട് നമ്മൾ ഇടത്തേനെ. എനിക്കെന്താണ് ഒരു വിഷയമില്ല. രേണു അതുപോലെ തന്നെ ദുബായി പോകുന്നതിന് മെയിൻ കാരണം പലരും ബാറിൽ വിളിക്കുന്നത് ഓരോ ഡാൻസും കാര്യങ്ങളും അത് അവളായിരിക്കും, അവള് പോകുന്നതായിരിക്കും, ഞാനല്ല. ഫ്ലാഷ് ബാക്ക്. End of flashback. എന്താ ഉറക്കം വരുന്നു. ഞാൻ പോകുന്ന 1-ാം തീയതി പ്രമോഷന് പോകുന്നതാണ്, ബാർ റെസ്റ്റോറന്റ് പ്രമോഷന് പോകുന്നതാണ്. ഇനി ഞാൻ പോകും അടുത്ത മാസം 16-ാം തീയതി റാസൽ കൈമയിൽ പോകും. അവള് ക്യാമറ ആയിട്ട് അങ്ങോട്ട് വരാൻ പറ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാം. ഏതവളാന്ന് എനിക്കറിയത്തില്ല, ആരാണേലും. തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടി കോയക്കാം. ഇതുപോലെ തന്നെ ചേച്ചിയുടെ ഏത് വീഡിയോ ഇട്ടാലും റിയാക്ട് ചെയ്ത് ഒരുപാട് പേര് അതുൽ വ്ലോഗ് മനസ്സിലായെന്ന് തോന്നുന്നു.
അയാൾ ഭയങ്കരമായിട്ട് ചേച്ചിയെ ടാർഗറ്റ്, പുള്ളിക്കാരൻ്റെ തമ്മിലേനാണെങ്കിലും എല്ലാം ചേച്ചിയെ ഫാമിലിയെ വെച്ചിട്ട് വരെയാണ് പറയുന്നത്. അപ്പോൾ അയാൾക്കെതിരെ ഒരു കേസോ കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേസ്, നടക്കുന്നുണ്ട് കേസ്. ഇപ്പൊ പോലും കഴിഞ്ഞ ദിവസത്തെ ബൈക്കിൽ എനിക്ക് സമയമില്ല. ഒന്നാമത്തെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അഖിലിനൊക്കെ അറിയാവുന്നതല്ലേ, ഞാൻ നല്ല ഓട്ടമാണ്, തിരക്കാണ്. ഇവറ്റകളൊക്കെ പറയും ഇവര് നമ്മൾ IAS പരീക്ഷയുടെ തലേന്നാണ് എനിക്ക് ഫ്ലൂ പിടിപെട്ടത്. എന്റെ മോന്റെ IAS പോയെന്നും പറഞ്ഞ് എന്റെ പപ്പ പൊട്ടിക്കരഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ബീച്ചിലൊരു ബംഗ്ലാവ് പണിയുന്നുണ്ട്, ഫ്ലോറും ചുവരും ഒക്കെ ഇറ്റാലിയൻ മാർബിളാ. പക്ഷെ ഇറ്റാലിയൻ മാർബിളിനൊക്കെ എന്താ ഇപ്പൊ വില? കൊണ്ട് കഴിക്കട്ടേന്ന്, ആഹാരം കഴിക്കട്ടെ, ഇറക്കട്ടേന്ന്, കഴിക്കട്ടെ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഞാൻ വരട്ടെ. ഇങ്ങോട്ട് അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.